ടൈപ്പ് ഫ്രേസും ഉണ്ട്, നൗൺ ഫ്രേസും ഉണ്ട്, വെർബ് ഫ്രേസും ഉണ്ട്. നൗൺ ഫ്രേസും വെർബ് ഫ്രേസും ഐഡൻറ്റിഫൈ ചെയ്യാൻ 1 മാർക്കിനാണ് ചോദിക്കാറുള്ളത് എക്സാംസിന്. ഫസ്റ്റ് പാസേജിൻ്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ടാണ് മിക്ക എക്സാമിനും ഈ നൗൺ ഫ്രേസും വെർബ് ഫ്രേസും ഐഡൻറ്റിഫൈ ചെയ്യാൻ ചോദിക്കാറുള്ളത്. അന്നേരം എന്താണ് നൗൺ ഫ്രേസ് എന്ന് വെച്ചാൽ എന്താണ്? അതെന്താണ്? ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണ് അല്ലേ? ആ ഒരു സെൻറ്റൻസിനെ അതിൻ്റെ ഹെഡാണ് ആ ഒരു നൗൺ ഫ്രേസ്. ആ ഒരു സെൻറ്റൻസിൻ്റെ ഹെഡായിട്ടാണ് ആ ഒരു നൗൺ ഫ്രേസ് അവിടെ ആക്ട് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ എക്സാമ്പിൾ, എ ബുക്ക്, ഒരു ബുക്ക്. അവിടെ എന്താണ്? ആ ബുക്കിനൊപ്പം നിൽക്കുന്ന എയും അവിടെ എന്താണ്? അതിനെ ഫങ്ഷൻ ചെയ്യുന്നു, ആ ഒരു നൗൺ ഫ്രേസ് ആവുന്നു. അതിനെ മോഡിഫൈ ചെയ്യാൻ വേണ്ടി, ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ് എ. അതേപോലെ തന്നെ ദ റെഡ് ആപ്പിൾ, അവിടെ എന്താണ്? ദായും അവിടെ ഉണ്ട്. അതേപോലെ തന്നെ മൈ ലിറ്റിൽ സിസ്റ്റർ, ദ ബോയ് വിത്ത് കർലി ഹെയർ, ദോസ് 3 ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സ്. ഇതെല്ലാം എന്താണ്? അതിനെ ഫങ്ഷൻ ചെയ്യുന്നു. അതിനാൽ ഇതിനെയെല്ലാം എന്തെന്ന് വിളിക്കാം? നൗൺ ഫ്രേസ്, NP എന്ന് വിളിക്കാം. ഇനി ഇത് വെച്ചുള്ള ഇതിൻ്റെ സ്ട്രക്ചർ എങ്ങനെ, ഇതിൻ്റെ രൂപം എങ്ങനെയാണെന്ന് നോക്കാം. ഒരു നൗൺ ഫ്രേസിൽ എ കാണും, ആൻ കാണും, ദ കാണും, ദിസ് കാണും, മൈ കാണും, സമൂഹം, ഇതേപോലെ തന്നെ എക്സെട്ര ഉള്ള എല്ലാം എന്താണ്? ഒരു നൗൺ ഫ്രേസിൽ ഇൻക്ലൂഡ് ആയിരിക്കും. പിന്നെന്താണ്? അതേപോലെ തന്നെ അഡ്ജക്റ്റീവ്സ് ഉണ്ടാവും, ഡിസ്ക്രൈബിങ് വേർഡ്സ്. അഡ്ജക്റ്റീവ്സ് എന്ന് വെച്ചാൽ എന്താണ്? ഡിസ്ക്രൈബിങ് വേർഡ്. നൗൺ എന്ന് വെച്ചാൽ എന്താണ്? ഹെഡ് എന്ന്. ദ റെഡ് ആപ്പിൾ, ദ റെഡ് ആപ്പിൾ. ഇവിടെ എന്താണ് മെയിനായിട്ടുള്ളത്? ഇതല്ലേ? അങ്ങനെ നൗൺ ഫ്രേസ് ഐഡൻറ്റിഫൈ ചെയ്യാം. പിന്നെ ചില പ്രപ്പോസിഷണൽ ഫ്രേസും അതേപോലെ തന്നെ റിലേറ്റീവ് ക്ലോസും ഉണ്ട്. ഇത് ബ്രേക്കിംഗ് ബാരിയേഴ്സിൽ നിന്നുള്ള കുറച്ച് നൗൺ ഫ്രേസും വെർബ് ഫ്രേസും ഐഡൻറ്റിഫൈ ചെയ്യുള്ളതാണ്. മൈ പേരൻസ് ഷവേഡ് ഓൺ മീ ഇംബെൻസ് ലവ് ആൻഡ് കെയർ. ഇവിടെ എന്താ? ഏതായിരിക്കും വെർബ് ഫ്രേസും നൗൺ ഫ്രേസും എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും? ഇവിടെ ഏതായിരിക്കും നൗൺ ഫ്രേസ്? യെസ്, മൈ പേരൻസ് എന്നുള്ളതായിരിക്കും. ഏതാണ്? മൈ പേരൻസ് ഉള്ളത് ഇവിടെ നൗൺ ഫ്രേസും ബാക്കിയുള്ളത് എന്താണ്? ഷവേഡ് ഓൺ മീ ഇമ്മെൻസ് ലവ് ആൻഡ് കെയർ. അതെന്താണ്? ഇവിടുത്തെ വെർബ് ഫ്രേസുമായിട്ട് മാറും. ഇങ്ങനെയാണ് നൗൺ ഫ്രേസും വെർബ് ഫ്രേസും ഐഡൻറ്റിഫൈ ചെയ്യണം. മൈ പേരൻസ് എന്നുള്ളത് നൗൺ ഫ്രേസും ഷവേഡ് ഓൺ മീ ഇമ്മെൻസ് ലവ് ആൻഡ് കെയർ എന്നുള്ളത് എന്താണ്? വെർബ് ഫ്രേസുമായിട്ട് മാറും. രണ്ടാമത്തെ നോക്കാം. മൈ ഷോർട്ട് ലെഗ്സ് മേഡ് ഇറ്റ് ഡിഫിക്കൽട്ട് ഫോർ മീ ടു ഹെൽപ്പ്. ഇതാണ് മൈ ഷോർട്ട് ലെഗ്സ്. മേഡ് എന്നുള്ളത് എന്താണ്? വേറെയാണ്. അന്നേരം എന്താണ്? മൈ ഷോർട്ട് ലെഗ്സ് എന്നുള്ളത് എന്താണ്? നൗൺ ഫ്രേസും മേഡ് ഇറ്റ് ഡിഫിക്കൽട്ട് ടു മീ ടു ഹെൽപ്പ് എന്നത് എന്താണ്? വെർബ് ഫ്രേസുമായിട്ട് മാറും. ഇത്രയും വെർബ് ഫ്രേസുമാണ്. ദീസ് ക്വസ്റ്റ്യൻസ് ലെഡ് ടു മീ ബാക്ക് ടു ഇന്ത്യ. ഈ ചോദ്യങ്ങൾ എന്നെ എന്താണ്? ഇന്ത്യയിലേക്ക് തിരിച്ചു വരാൻ പ്രേരിപ്പിച്ചു. ലെഡ് എന്ന് പറയുമ്പോൾ എന്താണ്? അത് വേറൊരെണ്ണമാണ്. ഇവിടെ മെയിനായിട്ടുള്ളത് എന്താണ്? ക്വസ്റ്റ്യൻസ് എന്നുള്ളതാണ്. എന്താണ്? ക്വസ്റ്റ്യൻസ് എന്നുള്ളതാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ളത്. അതെന്നേരം എന്തായിരിക്കും? നൗൺ ഫ്രേസാണ്. ലെഡ് ടു മീ ബാക്ക് ടു ഇന്ത്യ എന്നുള്ളത് എന്താണ്? വെർബ് ഫ്രേസുമാണ്. ഇങ്ങനെ നമുക്ക് ഈസി ആയിട്ട് തന്നെ അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും അല്ലേ? ഇങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് 1 മാർക്കാണ് കിട്ടുന്നത്. നിങ്ങൾക്ക് എത്ര മാർക്കാണ്? 1 മാർക്ക്. എന്താണ്? ഇങ്ങനെ ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് തന്നെ വെർബ് ഫ്രേസും നൗൺ ഫ്രേസും ഐഡൻറ്റിഫൈ ചെയ്താൽ പഠിച്ചാൽ കിട്ടും. അടുത്താണ് അവർ കമ്പനി നൗ എംപ്ലോയീസ് ഓവർ 150 ഡിസേബിൾഡ് ഇൻഡിവിജ്വൽസ്. ഞങ്ങളുടെ കമ്പനി എന്താണ്? 150 വയ്യാത്ത എന്ന് വെച്ചാൽ ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകളെ എന്താണ്? ഇൻവൈറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ക്ഷണിക്കുന്നു, പുതിയ എംപ്ലോയീസിനെ എടുക്കുന്നു. അപ്പോൾ അതിലേതാണ് നൗൺ ഫ്രേസ് ആയിട്ട് വരുന്നത്? അവർ കമ്പനി നൗ. എന്താണ്? കമ്പനിയാണ് അവിടുത്തെ മെയിൻ. അന്നേരം അവിടുത്തെ നൗൺ ഫ്രേസ് ഏതാണ്? അവർ കമ്പനി എന്നുള്ളതാണ്. ഒരു വെർബ് ഫ്രേസ് ആയിട്ട് വരുന്ന ഏതാണ്? ബാലൻസ് ആയിട്ട് കൊടുത്തേക്കുന്ന അങ്ങ് വെർബ് ഫ്രേസ് ഒന്നും കൊടുത്താൽ മതി. ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിതെന്താണ്? ഇങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഈസി ആയിട്ടുള്ളതേ വെർബ് ഫ്രേസായിട്ടും നൗൺ ഫ്രേസുമായിട്ടും ഇത്രയും നാളായിട്ട് ചോദിച്ചിട്ടുള്ളൂ. ഈ 4 ഇതേപോലെ പഠിച്ചാൽ നിങ്ങൾക്ക് എന്താണ്? എക്സാമിന് വരുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് 1 മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. ഇതേപോലുള്ള മറ്റു ചോദ്യങ്ങളും ഞാൻ ഇതിൽ തന്നെ വെച്ചേക്കാം. നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പഠിക്കാൻ സാധിക്കും.
അപ്പോൾ എല്ലാത്തിൻ്റെ ആൻസറും ഇതേപോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഓൾ ദ ബെസ്റ്റ് എല്ലാവർക്കും എക്സാം.